LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുന്നണി വിപുലീകരണമാണ് പ്രധാന ചർച്ചാ വിഷയം. ലോക് താന്ത്രിക് ജനതാദൾ, ജനാധിപത്യ കേരള കോൺഗ്രസ്, INL, കേരള കോൺഗ്രസ് ബി തുടങ്ങിയ പാർട്ടികൾ LDF-ൽ പ്രവേശനം പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരിക്കുമെന്ന് LDF നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലികൾ ആരംഭിച്ചു. മധ്യകേരളത്തിലെ 6 മണ്ഡലങ്ങളിലേക്കായി 50-ലേറെ നേതാക്കളാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിനിടെ കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ KM മാണിയും ആരംഭിച്ചു. മാവേലിക്കര മുതൽ തൃശൂർ വരെയുള്ള മധ്യകേരളത്തിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോട്ടയം ഒഴികെ 6 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള കോട്ടയവും കോൺഗ്രസ് മത്സരിച്ച ഇടുക്കിയും പരസ്പരം വെച്ചുമാറാൻ ആലോചിച്ചെങ്കിലും മാണി ഗ്രൂപ്പിന്റെ നിസ്സഹകരണം മൂലം ആ നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു. ഇടുക്കി തെരഞ്ഞെടുത്താൽ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് മാണിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനാണ് മാണിയുടെ ശ്രമം. കോട്ടയം ലഭിച്ചാൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസിലെ ധാരണ. കോട്ടയം വിട്ടുതരില്ലെന്ന് മാണി അറിയിച്ചതോടെ ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ഇടുക്കി സീറ്റിനായി 7 പേർ രംഗത്തുണ്ട്. ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, PC ചാക്കോ തുടങ്ങിയവരാണ് ഇടുക്കിക്കായി ഇടിക്കുന്നത്. എറണാകുളമാണ് UDF സ്ഥാനാർത്ഥി ബാഹുല്യം നേരിടുന്ന മറ്റൊരു മണ്ഡലം. സിറ്റിംഗ് MP KV തോമസിനാണ് മുൻതൂക്കം. സിമി റോസ്ബൽ ജോൺ, ഹൈബി ഈഡൻ, ടോണി ചമ്മണി, മുൻ കളക്ടർ MP ജോസഫ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ നേതാക്കളും സീറ്റിനായി ശ്രമിക്കുന്നു. AK ആന്റണിയുടെ പിന്തുണ KV തോമസിനാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും സിമി റോസ്ബൽ ജോണിനു വേണ്ടി ഹൈക്കമാൻഡിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു. നിലവിൽ PSC അംഗമായ സിമിയുടെ കാലാവധി ജനുവരിയിൽ പൂർത്തിയാകും. തൃശൂരിനായി PC ചാക്കോയും VM സുധീരനും കടുത്ത മത്സരത്തിലാണ്. തനിക്ക് ലഭിച്ചില്ലെങ്കിൽ TN പ്രതാപന് സീറ്റ് നൽകണമെന്നാണ് സുധീരന്റെ ഉപാധി. ചാലക്കുടി മണ്ഡലത്തിനായി KP ധനപാലൻ, TN പ്രതാപൻ, PC ചാക്കോ തുടങ്ങിയ നേതാക്കളുടെ ഒരു നിര തന്നെ രംഗത്തുണ്ട്. ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിൽ 1 യൂത്ത് കോൺഗ്രസിന് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിത്രം മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ കോൺഗ്രസിൽ മറ്റൊരു മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റിനായുള്ള നെട്ടോട്ടത്തിലാണ് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ. ഇതിനിടെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള KM മാണിയുടെ നീക്കം UDF-ൽ മറ്റൊരു കലാപത്തിന് വഴി തുറന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിൽ പോരുമുറുകുന്നു. സീറ്റ് ആവശ്യപ്പെട്ട് MM ഹസനും ഷാനിമോൾ ഉസ്മാനും രംഗത്തെത്തി. ശശി തരൂർ, KC വേണുഗോപാൽ എന്നിവർ ഇത്തവണയും മത്സരിക്കും. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ടിറക്കി മണ്ഡലം പിടിക്കാനും നീക്കമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള തമ്മിലടി കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. അന്തരിച്ച MP MA ഷാനവാസ് വിജയിച്ച വയനാട് സീറ്റിനെ ചൊല്ലിയാണ് പ്രധാന തർക്കം. വയനാട് സീറ്റ് വേണമെന്ന ആവശ്യം MM ഹസനും ഷാനിമോൾ ഉസ്മാനും ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ ഇരുവരെയും പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് KPCCക്കുള്ളത്. പകരം MA ഷാനവാസിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് KPCCയുടെ ഉദ്ദേശം. കേന്ദ്രഭരണം പിടിച്ചെടുക്കാൻ പരമാവധി സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്കതീതരായ പുതുമുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് AICCയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകുന്ന നിലപാടാകും AICC സ്വീകരിക്കുക. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇളവ് ലഭിച്ചതിലൂടെയുള്ള വലിയ നേട്ടം ഉമ്മൻചാണ്ടി നിന്നാൽ ലഭിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാകും സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ KC വേണുഗോപാലും. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ പത്തനംതിട്ടയിൽ പരിഗണിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരിമല വിശേഷങ്ങൾ കോ-പവേർഡ് ബൈ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂരിന്റെ ചിറകിൽ നവകേരളം പറക്കും. വ്രതശുദ്ധിയുടെ നിറവിൽ മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. മണ്ഡലപൂജയ്ക്കായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. അതേസമയം മണ്ഡലകാലം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 1,30,000-ലധികം ഭക്തരാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത്. ഡിസംബർ 26-ന് 1 മണിക്ക് നട അടച്ച ശേഷം ഫയർഫോഴ്സും ദേവസ്വം ജീവനക്കാരും ചേർന്നാണ് സന്നിധാനം കഴുകുന്നത്. സന്നിധാനവും 18-ാം പടിയും കഴുകിയ ശേഷം 4 മണിക്ക് നട തുറക്കും. എന്നാൽ ഭക്തർക്ക് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമാണ് പ്രവേശനമുള്ളത്. ശരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ മാലയണിയിച്ച് ഭസ്മം തൊടിയിച്ച് യാത്രയാക്കും. 6:30 സന്നിധാനത്തെത്തുന്ന ഘോഷയാത്ര 18-ാം പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം പ്രസിഡന്റ് അടങ്ങുന്ന സംഘം സ്വീകരിച്ച് ശ്രീകോവിലിലേക്ക് ആനയിക്കും.
41-ാം ദിനത്തിലെ കളഭാഭിഷേകത്തിന് ശേഷമാകും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. 26-ന് 3 മണിക്ക് നട തുറന്ന ശേഷം 6:30-ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 7-ന് പുഷ്പാഭിഷേകവും. ഹരിവരാസനത്തിനു ശേഷം 11-ന് അടയ്ക്കുന്ന നട ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമലയിൽ ഈ സീസണിൽ ആദ്യമായി സോപാന സംഗീതത്തോടെ സന്നിധാനത്തെ രാമമൂർത്തി മണ്ഡപം ഉണർന്നു. തിരുവല്ല സ്വദേശി MJ ശിവകുമാറാണ് ഹൈക്കോടതി അനുമതിയോടെ സോപാന സംഗീതം പാടി സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കിയത്. സന്നിധാനം ബ്യൂറോയുടെ റിപ്പോർട്ട്. ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയെ തുടർന്ന് സന്നിധാനത്തെ രാമമൂർത്തി മണ്ഡപത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അനുമതിയില്ലായിരുന്നു. മുൻപ് എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരുന്ന മണ്ഡപത്തിൽ ഇക്കുറി വേദി ഉണരാൻ സീസണിലെ അവസാന നാൾ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഹൈക്കോടതി വിധിയുമായി എത്തിയ തിരുവല്ല സ്വദേശി MJ ശിവകുമാറാണ് സന്നിധാനത്തെ സോപാന സംഗീതം പാടി ഭക്തിസാന്ദ്രമാക്കിയത്. ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സോപാന സംഗീതം സീസണിൽ ഈ മണ്ഡലകാല സമയത്ത്. അപ്പോൾ ഈ തവണ പലതവണ ചോദിച്ച സമയത്തും നമുക്ക് അനുവാദം കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപേക്ഷ വെച്ച് ഇവിടെ കൊടുത്തതിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. അതുപ്രകാരം പല ഓപ്ഷനുകൾ കോടതി വെച്ചു. എങ്കിലും മണ്ഡപത്തിൽ തന്നെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഏതായാലും അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചു. ഇത്തവണ പാടാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം. 3 ഗാനങ്ങളാണ് ശിവകുമാർ ആലപിച്ചത്. അയ്യപ്പ സ്തുതി പാടി ആരംഭിച്ച സോപാന സംഗീതം ഹരിവരാസനത്തിന് മുന്നേ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. വയനാട് ലോക്സഭാ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി തുടങ്ങി. പ്രമുഖ AI നേതാക്കളാണ് വയനാട് ലക്ഷ്യമിടുന്നത്. അതേസമയം വടകര സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന നിലപാടെടുത്ത സാഹചര്യത്തിൽ വടകരയിൽ പകരക്കാരനാരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പും ജനതാദൾ UDF വിട്ടതും കാരണം മണ്ഡലം കൈവിടുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം. വടകരയിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ മുല്ലപ്പള്ളി രാമചന്ദ്രന് മണ്ഡലത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ പഴയ സ്വീകാര്യതയില്ല. വാഗ്ദാനങ്ങൾക്കപ്പുറം വികസന നേട്ടങ്ങൾ ഒന്നുമില്ല എന്നതാണ് മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പിന് കാരണം. CPIയും വിരോധം മുമ്പത്തെ പോലെ ഏശില്ലെന്ന തിരിച്ചറിവും മുല്ലപ്പള്ളിയുടെ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മുല്ലപ്പള്ളിക്ക് മേൽ വലിയ സമ്മർദ്ദമാണുള്ളത്. ഇതിനായി പകരക്കാരൻ ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മണ്ഡലത്തിൽ ഉയർത്തിക്കാണിക്കാൻ തക്ക നേതാവില്ല എന്നതാണ് കോൺഗ്രസിനെ കുഴക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പുറമെ നിന്ന് സ്ഥാനമോഹികളെത്താനുള്ള സാധ്യതയുമില്ല. മണ്ഡലത്തിൽ മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വന്ന മാറ്റവുമാണ് കോൺഗ്രസിൽ സ്ഥാനമോഹികളെ സൃഷ്ടിക്കാത്തത്. ലോക് താന്ത്രിക് ജനതാദൾ UDF ബന്ധം വിച്ഛേദിച്ച് LDFനൊപ്പമാണ്. ഇത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്. മണ്ഡലം കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൽ യൂത്തിന് സീറ്റ് നൽകിയുള്ള പരീക്ഷണത്തിലൂടെ അവരെ ഒതുക്കാം എന്ന ആലോചനയും കോൺഗ്രസിൽ നടക്കുന്നതായാണ് വിവരം. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഇതല്ല അവസ്ഥ. അന്തരിച്ച MI ഷാനവാസ് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട് സീറ്റിനായി കോൺഗ്രസിൽ AI ഗ്രൂപ്പുകൾ വടംവലി തുടങ്ങിക്കഴിഞ്ഞു. A ഗ്രൂപ്പിൽ നിന്ന് T സിദ്ദിഖാണ് സീറ്റിനായി രംഗത്തുള്ളത്. I ഗ്രൂപ്പിൽ നിന്ന് ഷാനിമോൾ ഉസ്മാന്റെ പേരും ഉയരുന്നു. കൂടാതെ MMSന്റെ പേരും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. കോഴിക്കോട്ട് MK രാഘവനെ മാറ്റണമെന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിനുണ്ട്. തുടർച്ചയായ 3-ാം തവണയും രാഘവൻ സ്ഥാനാർത്ഥിയാവുന്നതിൽ കോൺഗ്രസിനുള്ളിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ രവി പൂജാരിയുടെ കൊച്ചി ബന്ധത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. മുംബൈ അധോലോക നായകനായ രവി പൂജാരിയുടെ സംഘത്തിലെ കണ്ണികൾ കൊച്ചി കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നതായുള്ള സംശയത്തെ തുടർന്നാണ് പോലീസ് ഈ വഴിക്ക് അന്വേഷണം നടത്തുന്നത്. ഇക്കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലുമാകാം ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തതെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മലയാളി യുവാക്കളിൽ ചിലർ രവി പൂജാരിയുടെ സംഘത്തിൽപ്പെട്ടവരാണെന്ന വിവരം പോലീസിന് കിട്ടിയതിനെ തുടർന്നാണ് ഇവരെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. കാസർഗോഡ് സ്വദേശികളായ 2 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചതായാണ് സൂചന. ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തത് ഇവരാണോ എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഇവരെ ഉടൻ പിടികൂടി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്തി ഫോൺ ചെയ്തത് രവി പൂജാരിയാണെന്ന് പോലീസ് ഉറപ്പിച്ച സാഹചര്യത്തിൽ അക്രമത്തിന് പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. രവി പൂജാരിയുടെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ലീന മരിയ പോളിനെ വിളിച്ച് രവി പൂജാരി 25 കോടി രൂപ ആവശ്യപ്പെട്ടത് എന്തിനെന്നത് ദുരൂഹമാണ്. ലീന വഴി സുഹൃത്ത് സുകേഷ് ചന്ദ്രശേഖരനെയാണോ രവി പൂജാരി ലക്ഷ്യമിട്ടതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലീന നേരത്തെ പോലീസിന് മൊഴി നൽകിയെങ്കിലും ഇതിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഈ സാഹചര്യത്തിൽ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി ലീനയിൽ നിന്നും പോലീസ് വീണ്ടും മൊഴിയെടുക്കും.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന് തറക്കല്ലിട്ടു. 10,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായി ഒരുക്കുന്ന കാർഗോ കോംപ്ലക്സ് ഒരു വർഷത്തിനകം പൂർത്തിയാക്കും. കാർഗോ കോംപ്ലക്സ് വരുന്നതോടെ ചരക്ക് നീക്കം വർദ്ധിക്കുകയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് സമീപമാണ് കാർഗോ കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. വർദ്ധിച്ച കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ മുൻനിർത്തി ആധുനിക കാർഗോ കോംപ്ലക്സ് ആണ് നിർമ്മിക്കുന്നത്. എയർ ഇന്ത്യ നേതൃത്വം നൽകുന്ന എയർ ട്രാൻസ്പോർട്ട് ലിമിറ്റഡിനാണ് നടത്തിപ്പ് ചുമതല. അന്താരാഷ്ട്ര കാർഗോ സോണിന് പുറമെ ആഭ്യന്തര കയറ്റുമതി ഇറക്കുമതിക്കും പ്രത്യേക സൗകര്യമുണ്ടാകും. മന്ത്രി കെ ശൈലജ ടീച്ചർ കാർഗോ കോംപ്ലക്സിന് തറക്കല്ലിട്ടു. ഇത് മാത്രമല്ല, ഇനിയും ധാരാളമായിട്ട് കാര്യങ്ങൾ വരികയാണ്. വെളിയിൽ തന്നെ ധാരാളം വ്യവസായികളും വ്യാപാരികളും ഒക്കെ സ്ഥലമൊക്കെ എടുത്ത് അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാർഗോ കോംപ്ലക്സിൽ ഓഫീസ്, സുരക്ഷാ പരിശോധനാ വിഭാഗം, വിമാന കമ്പനികൾക്കുള്ള കൗണ്ടറുകൾ, വാഹന ഡ്രൈവർമാർക്കുള്ള വിശ്രമ മുറി തുടങ്ങിയവ ഉണ്ടാകും. ശിലാസ്ഥാപന ചടങ്ങിൽ കിയാൽ MD വി തുളസീദാസ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ, കിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP ജോസ്, COO ബെഹ്റ തുടങ്ങിയവർ സംസാരിച്ചു. കാർഗോ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിരവധി തൊഴിലവസരങ്ങളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വനിതാ മതിലിനെ പിന്തുണച്ച മുസ്ലിം ലീഗ് നേതാവിനെ ലീഗ് പുറത്താക്കി. ലീഗ് അഭിഭാഷക സംഘടനയുടെ കാസർഗോഡ് ജില്ലാ ഭാരവാഹിയും മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ C ഷുക്കൂറിനെയാണ് പുറത്താക്കിയത്. തീവ്രവാദ ആശയക്കാരുമായി സന്ധി ചെയ്യുകയും സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്ത അഡ്വക്കേറ്റ് C ഷുക്കൂർ നേരത്തെ സസ്പെൻഷനിലായിരുന്നു. മുസ്ലിം ലീഗ് കുടുംബത്തിൽ ജനിച്ച് MSFിലൂടെയും യൂത്ത് ലീഗിലൂടെയും ലീഗിന്റെ കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിലേക്ക് ഉയർന്ന അഡ്വക്കേറ്റ് C ഷുക്കൂർ മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. മുസ്ലിം ലീഗ് അനുഭാവികളായ അഭിഭാഷക സംഘടനയുടെ ജില്ലാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിലറുമായിരുന്നു ചെറുവത്തൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് C ഷുക്കൂർ. CPIM വിരോധത്തിന്റെ പേരിൽ വർഗീയ ഫാസിസത്തോട് ലീഗ് കാട്ടുന്ന മൃദു സമീപനത്തെ ഷുക്കൂർ നിശിതമായി വിമർശിച്ചു. KP ശശികല ടീച്ചറുടെ വർഗീയ പ്രസംഗത്തിനെതിരെ ഷുക്കൂർ പരാതി നൽകിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ RSSനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചതും ലീഗിന് രുചിച്ചില്ല. ഷംസുദ്ദീൻ ഫാലത്തിന്റെ തീവ്ര മുസ്ലിം വർഗീയ പ്രസംഗത്തിനെതിരെ പ്രതികരിച്ച ഷുക്കൂറിനോട് ലീഗ് എതിർപ്പ് പ്രകടിപ്പിച്ചു. CPIM നേതാവ് P ജയരാജന് ഫേസ്ബുക്കിലൂടെ ജന്മദിനാശംസ നേരുകയും ജയരാജന്റെ RSS വിരുദ്ധ സമീപനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് അഡ്വക്കേറ്റ് ഷുക്കൂറിനെ ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ശശികല ടീച്ചർക്കെതിരെ കേസ് കൊടുത്ത സമയത്ത് ഞാൻ വല്ലാത്ത രീതിയിൽ ക്രൈസിസിലായി. എന്റെ വീടിന് മുമ്പിൽ പോലീസ് കാവല്, എന്റെ ഓഫീസിലൊക്കെ വരാൻ പറ്റാത്ത സാഹചര്യം, എന്റെ ഓഫീസിന് മുമ്പിൽ എന്റെ കോലം കത്തിക്കുന്ന സാഹചര്യമൊക്കെ വന്നപ്പോ എന്നെ പിന്തുണക്കാനുണ്ടായ ഒരാൾ P ജയരാജനാണ്. അപ്പൊ അന്ന് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ പേഴ്സണലാണ്. ആ പേഴ്സണലായ ഒരു സംഗതിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ RSSകാർ ആക്രമിച്ച ദിവസം ഞാൻ അദ്ദേഹത്തെ ആത്മകഥയിൽ നിന്നൊരു ഭാഗം ഞാൻ പോസ്റ്റ് ചെയ്തത്. അതാണ് എനിക്കെതിരെ വേറൊരു ചാർജ്. ലീഗ് നേതൃത്വം ഇപ്പോൾ തീവ്ര വർഗീയവാദികളുടെ നിയന്ത്രണത്തിലാണെന്നും പുരോഗമന നിലപാടുകൾ തള്ളി പാർട്ടിയെ പിന്നോട്ട് നയിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ഷുക്കൂർ ആരോപിച്ചു. CH ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവമാണ്, അത് ഒരു നിശബ്ദ വിപ്ലവമാണ് ആ സംഗതി. പക്ഷെ അവിടുന്ന് മുന്നോട്ടേക്ക് ലീഗിനെ പിന്തുടർന്ന് വന്ന നേതാക്കൾ ഈ സ്ത്രീ മുന്നേറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഒരു സ്റ്റേജിൽ എനിക്ക് പ്രസംഗിക്കണമെന്ന് വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ആണുങ്ങൾ ഇരിക്കുന്ന സ്റ്റേജിൽ പെണ്ണുങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. അത് തടയാൻ ലീഗിന്റെ മറ്റു ലീഡർഷിപ്പിന് കഴിയുന്നില്ല. വനിതാ മതിലിനെ പിന്തുണച്ചതിനെ തുടർന്ന് ലീഗ് അഡ്വക്കേറ്റ് ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയിൽ സ്ത്രീ പുരുഷ സമത്വത്തിനായുള്ള പോരാട്ടത്തിലായിരുന്നു അഡ്വക്കേറ്റ് ഷുക്കൂർ. വനിതാ മതിൽ ജനുവരി 1 ചേർന്നുകൊണ്ട് രണ്ടാമത്തെ ദിവസം രാജ്യത്ത് വലിയ വിപ്ലവം നടക്കാൻ പോകുന്നില്ല. പക്ഷേ സ്ത്രീകൾ അവരെ വീട്ടിലെ ഇഷ്യൂവിന് പുറത്ത് പൊതുസമൂഹത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് ഇടപെടാൻ അർഹതയുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വനിതാ മതിലിന് കഴിയുന്നുണ്ട്. തൽക്കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായി തുടരുമെന്നും അഡ്വക്കേറ്റ് ഷുക്കൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരികെ വാർത്തകളിലേക്ക്. നഗ്നചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വൃദ്ധനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച സിനിമാ നടൻ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി പൊമേറോയാണ് ആലുവയിൽ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശിനിയായ ബ്യൂട്ടീഷ്യന് വേണ്ടി ആലുവ ചൂണ്ടി സ്വദേശിയെ ഭീഷണിപ്പെടുത്തിയ ഇയാൾ ഹാപ്പി ഹസ്ബൻഡ്സ് അടക്കം വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബന്ധമുണ്ടായിരുന്ന 62കാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് യുവതിയുടെ നിർദ്ദേശപ്രകാരം പൊമേറോയും സംഘവും ആലുവയിലെത്തിയത്. ബ്യൂട്ടീഷ്യനായ യുവതി പരാതിക്കാരനായ 62കാരന്റെ നഗ്നദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പലവട്ടം പണം തട്ടിയിരുന്നു.
നാണക്കേടോർത്ത് പുറത്തു പറയാതിരുന്ന ഇയാളുടെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ട യുവതി പൊമേറോ ഉൾപ്പെട്ട സംഘത്തെ അയക്കുകയായിരുന്നു. ഈ വിവരം വൃദ്ധൻ പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്ന് പോലീസ് കാത്തുനിന്നെങ്കിലും സംഘത്തിലുള്ളവർ കടന്നു കളഞ്ഞു. എന്നാൽ പൊമേറോ പോലീസിന്റെ വലയിലാവുകയും ചെയ്തു. ഇവർ വന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കി. സംഘത്തെ പറഞ്ഞയച്ച് യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഇവർ കേരളം വിട്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ എടക്കാട് വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന 79 വയസ്സുള്ള വൃദ്ധയാണ് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. എടക്കാട് സ്വദേശി ബിജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാവിലെ 10 മണിക്കാണ് ബിജേഷ് വാതിൽ ചവിട്ടി തുറന്ന് വീടിനകത്ത് കയറി വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 79 വയസ്സുകാരിയായ സ്ത്രീയെ ഇയാൾ കയറി പിടിക്കുകയായിരുന്നു. വയോധിക ബഹളം വച്ചതിനെ തുടർന്ന് അയൽക്കാർ ഓടിയെത്തി. ഇതിനിടയിൽ ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് സമീപത്തുള്ള ഒരു കടയിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. ആക്രമണത്തിന് മുതിർന്ന പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പ്രദേശവാസിയായ യുവാവ് വൃദ്ധ വീട്ടിൽ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിയാണ് പീഡനത്തിന് മുതിർന്നത്. നാട്ടുകാരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ലക്ഷ്യമാക്കി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ പുതിയ പ്രസ്താവന. പാർട്ടി എംഎൽഎമാരുടെയും എംപിമാരുടെയും പ്രകടനം മോശമാണെങ്കിൽ ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷനാണെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നിതിൻ ഗഡ്കരിയുടെ പുതിയ വിമർശനം. അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഗഡ്കരിയുടെ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നേതൃത്വം തയ്യാറാകണമെന്ന വിവാദ പ്രസ്താവനയുടെ ചൂടാറും മുൻപാണ് പാർട്ടി അധ്യക്ഷനെ നേരിട്ട് ലക്ഷ്യമാക്കിയുള്ള ഗഡ്കരിയുടെ പ്രസ്താവന. പാർട്ടി അധ്യക്ഷൻ താനായിരുന്നുവെങ്കിൽ എംപിമാരുടെയും എംഎൽഎമാരുടെയും പ്രകടനം മോശമായാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്നാണ് IB എൻഡോമെന്റ് പരിപാടിക്കിടെ നിതിൻ ഗഡ്കരി പറഞ്ഞത് സാങ്കല്പികമായ കാര്യമാണെങ്കിലും ഗഡ്കരി കൃത്യമായും ലക്ഷ്യം വെച്ചത് അമിത്ഷായെയാണ്. നേട്ടങ്ങൾ സ്വന്തം പേരിലാക്കുകയും എന്നാൽ അതേസമയം തോൽവികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യാത്ത നേതാവാണ് അമിത്ഷാ എന്നാണ് നിതിൻ ഗഡ്കരി പ്രസ്താവനയിലൂടെ പറഞ്ഞുവയ്ക്കുന്നത്. നെഹ്റുവിന്റെ സഹിഷ്ണുതയെയും വേദിയിൽ ഗഡ്കരി പ്രശംസിക്കുകയുണ്ടായി. പാർട്ടിയെ അടക്കി വാഴുന്ന മോദിയുടെയും അമിത്ഷായുടെയും രീതിക്കെതിരെ മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പാർട്ടിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ പുതിയ അധികാര കേന്ദ്രമുണ്ടാക്കാൻ ഗഡ്കരി ശ്രമിക്കുന്നുവെന്നാണ് മോദിയുടെയും അമിത്ഷായുടെയും അടുപ്പക്കാർ കരുതുന്നത്. 2019 മോദി നയിക്കുമെന്ന് ഗഡ്കരി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെ പൂർണ്ണമായും കാൽക്കീഴിലാക്കിയുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ ഇരുവർക്കും ഇനി എളുപ്പം സാധിക്കില്ല. ഗഡ്കരിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടിയിലെ മാറുന്ന ഈ സാഹചര്യത്തിലേക്ക് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.